ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള വഴിയിലാണ്. ആദ്യമായിട്ട് എന്താ കൃഷ്ണപ്പടി വരെ കൊടുന്നാക്കി തന്നിട്ട് ശിവൻ കേട്ടോ എൻ്റെ കൂടെ കൊടുന്നാക്കി തന്നിട്ട് പോയി. എന്താ വെച്ചാൽ അപ്പോൾ 4 മണിയായി. അപ്പോൾ കട തുറക്കാൻ നേരം വൈകി. വൈകുന്നേരത്തേക്കുള്ള എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ പോരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഇവിടെ ഇറക്കി തന്നിട്ട് വീട്ടിലേക്ക് കൊടുന്നാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരം വൈകിക്കണ്ട വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ച് നേരം വൈകിയിരുന്നു. അപ്പോൾ കട തുറക്കാൻ നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു കുറുക്ക് വഴിയുണ്ട് കേട്ടോ, അങ്ങനെ കൃഷ്ണപ്പടി ഭാഗത്തുകൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അതിനെ ഞങ്ങളിങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അവരവിടെ ചേച്ചി വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾക്കിങ്ങനെ ഒരു ഇരിപ്പുറക്കണില്ല അവിടെ ഇരുന്നിട്ട്. ഇപ്രാവശ്യം സ്കൂൾ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുമില്ല. വിഷുവിനും കൂടി വരാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, പിന്നെ ചേച്ചിയും കൂടി ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ നിൽക്കാനൊന്നും പറ്റില്ല. എന്നാലും ഇപ്പോൾ ഇന്നത്തെ ഫുള്ള് കാര്യങ്ങളും കഴിഞ്ഞു. ഇപ്പോൾ എണ്ണക്കടി ഉണ്ടാക്കലും പിന്നെ രാത്രി അമ്മയ്ക്ക് രാജേട്ടനുള്ള ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുഴപ്പമില്ല. അപ്പം മെല്ലെ നമ്മളിവിടെ പോകുന്നതാണ് കേട്ടോ. നാളെ തിരിച്ച് പോകും വേണം. അപ്പോൾ എന്താ ശിവ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അവർ എത്തിയാൽ നോക്കിയൊക്കെ നോക്കട്ടെ. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടുത്തെ പാടത്തിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ വരും. കുറച്ച് 2-3 കവറൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ അതൊക്കെ പിടിക്കാൻ കുട്ടികൾ വരാറുണ്ട്. പാറു പിന്നെ അവിടെ ഉണ്ട്, വീട്ടിലാണ്. ചേച്ചിയുടെ വീട്ടിലാണെന്നല്ലോ. അപ്പോൾ ചേച്ചി വരുമ്പോൾ കൂടെ പാറുണ്ട്. അപ്പോൾ കുട്ടികൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വല്ലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി കൂടെ ഇപ്പോൾ നമ്മൾ പോകുന്നത് കൃഷ്ണപ്പടി നിങ്ങൾ. ഈ പാടം കാണിച്ചു തരാം. കിണറാണ് കേട്ടോ. ശിവദ തീരെ ക്ഷമല്ലാതെ അമ്മ ഇന്ന് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ശിവ അമ്മച്ചേച്ചി ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് പോയിണെന്നാവോ അല്ലേ? ചേച്ചിക്ക് ഈ വഴി അറിയില്ല. ചേച്ചിക്ക് അറിയില്ല, അന്ന് ഇവിടെ വന്നതല്ലേ. പിന്നെന്താ അവർ കാണാത്ത? ശിവ മെല്ലെ കിടക്കിട്ടോ അവിടെ. നിൽക്കടാ, അമ്മച്ചേച്ചി വരട്ടെ. അമ്മയ്ക്ക് ഈ 2 കവറും കൂടി പിടിക്കാൻ വയ്യ. വേറൊരു അടിപൊളി കാഴ്ച കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു കാഴ്ച തന്നെത്. കണ്ടോ ചുവന്ന ചീര. ശിവ ഈ കവറൊന്ന് പിടിക്കുമോ? നോക്കിയോക്ക്. ഇത് ഭംഗിയല്ലേ കാണാൻ. എടാ അത് ഉറുമ്പ് വരുമെന്നോ അമ്മ കവറ് നിലത്ത് വെച്ചിരുന്നു. അതൊന്ന് പൊങ്ങിച്ച് പിടിക്കുമോ? അവിടെ നിന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പാടത്തെ കാഴ്ചകൾ. എന്ത് രസമാണ്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണല്ലേ ഈ പാടത്ത്. ഇത് കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. എന്ത് ഭംഗിയെ കാണാൻ. ഇതിപ്പോൾ ആരുടെ ചോദിച്ചപ്പോൾ നമ്മളുടെ അല്ല കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്കുണ്ടായിരുന്നു ചുവന്ന ചീര. അച്ഛൻ കണ്ടത്തിലുണ്ടാക്കിയായിരുന്നു. പ്രാവശ്യമില്ല കേട്ടോ. പ്രാവശ്യം ഉണ്ടാവും, ഇത്രയല്ല. ഇത് കുറച്ചധികം ഉണ്ടല്ലോ. ഇത് നമ്മളുടെ അല്ല. അത് ഇവിടുത്തെ ചന്ദ്രേട്ടൻ്റെ സുന്ദരേട്ടൻ്റെ ആരുടെയെന്ന് അറിയില്ല. അച്ഛനോട് ചോദിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് അല്ലേ കാണാൻ. കണ്ണെടുക്കാൻ തോന്നില്ല. ഇതാ നമ്മുടെ വീട് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ കുറച്ച് അപ്പുറത്തേക്ക് കാണിച്ചു തരാം. വല്യമ്മ വരുന്നുണ്ടോ കുഞ്ഞു? അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുള്ള കാരണം ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ക്യാമറ ഷെയ്ക്കാവുന്നുണ്ട് കേട്ടോ. ശിവദാ അവിടെ എത്തി. അവൾക്ക് ക്ഷമല്ല. ഞാനിവിടെ നിന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കണം. അവൾക്ക് ക്ഷമല്ല കേട്ടോ. അവൾ ഓടി അവിടെ എത്തി. പിന്നെ ഈ വെയിലുള്ള സമയം കൊണ്ട് ഇപ്പോൾ നായ്ക്കളൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അതാ ചേച്ചി ഉണ്ണിക്കുട്ടനൊക്കെ അതാ നമ്മളെ തിരഞ്ഞ് വന്നിട്ടുണ്ട്. ചേച്ചിക്കുള്ള ഷോർട്സിനുള്ള അത് എടുക്കുകയാണ് കേട്ടോ അവിടെ നിന്നിട്ട്. ഉണ്ണിക്കുട്ടനക്ക് അതാ ഞാൻ കവർ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ പാറുവിൻ്റെ ബുക്ക് വേണം പറഞ്ഞിട്ട് പാറുവിൻ്റെ ബുക്ക് കൊടുത്തതാണ്. അതാ ചേച്ചി വരുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കണ്ടത്തിൽ അന്ന് ചീരയും പിന്നെ വെണ്ടയും പയറൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ചേനക്കണ്ടം. ഇപ്രാവശ്യം ചേനക്കണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ചേനക്കണ്ടായിരുന്നു, പക്ഷെ നിറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയാണ്. ചേനയൊക്കെ മുളച്ച് വന്നു. ചേച്ചി ഉണ്ണിക്കുട്ടനും കൂടി എന്താ നേരെ പോണത് നമ്മളുടെ ആ ചീര അവിടെ വെച്ചിട്ടൊരു ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി പോണത് കേട്ടോ. അപ്പം ചേച്ചിക്ക്
ഉണ്ണിക്കുട്ടന് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. എൻ്റെ ഉണ്ണിക്കുട്ടൻ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഷോർട്സോ വീഡിയോ എന്താ ഇടണം പറഞ്ഞിട്ട് ഓടുകയാണ്. ഉണ്ണിയേട്ടൻ്റെ കൈ പിടിക്ക്. അപ്പോൾ ഞങ്ങളുടെ തോട്ടിലേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തോട്. അപ്പോൾ കഴിഞ്ഞിടത്ത് നമ്മുടെ വീഡിയോയിലൊക്കെ ഈ തോടും ഈ പാടമൊക്കെ കണ്ടവരുണ്ടാവും. അപ്പോൾ ഇത് പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ പിന്നെ ഇങ്ങനെ പറയണത്. അപ്പോൾ ഇപ്പം മഴയൊന്നും അങ്ങനെ 1-2 മഴയൊക്കെ അല്ലേ പെയ്തിട്ടുള്ളൂ. മഴക്കാലമായ അടിപൊളിയാണ് കാണാൻ. അപ്പം അങ്ങനെ ഇറങ്ങി കിടക്കാനൊന്നും പറ്റില്ല, മഴ നല്ല പെയ്യൽ തുടങ്ങിയ. ആമേന്മാരാ, ഇതാണ് നമ്മളുടെ വീട്. അതെ പാർവത മുന്നിലിരിക്കണം. അപ്പോൾ അതായിരുന്നു നടുവിലിങ്ങനെ തോട്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പാടവും വീടുകളും ഒക്കെ ഉണ്ട്. അല്ലേ വേഗം പിടിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ആ ചാക്കുമ്പോ ചവിട്ടിയാ മതിയേ. ഓ അമ്മ ഞാൻ വീണാർന്നു. അല്ല അല്ലല്ല ഇവർക്കറിയാം നമ്മളെങ്ങനെ ചേച്ചിയെ. അവിടുന്ന് ഒരൊറ്റ ഓട്ടാണ്, എവിടെ ചെന്ന് നിൽക്കൊന്നും കൂടി നമ്മൾ ആലോചിക്കില്ല അല്ലേ, അത്ര സ്പീഡില്. എന്താ തരീണ്? പൂവോ? ആ ശിവയുടെ പണി തുടങ്ങിട്ടോ. അല്ല കണ്ട ചെറിയ ചെറിയ പൂവൊക്കെ എടുക്കലാണ് അവളുടെ പണി. പിന്നെ നമ്മളുടെ വീടിൻ്റെ അവിടെ കണ്ട പൂമരം ഈ ഒരു സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാണല്ലേ. എന്ത് ഭംഗിയാ പൂത്ത് നിൽക്കണ കാണാൻ. ചെറുതായിട്ട് മഴക്കാറുണ്ട് കേട്ടോ. ചേച്ചി കണ്ടോ അടിപൊളിയായിട്ട്. എന്താ ഒരു കുഴപ്പമില്ല. ഞാൻ കണ്ടോ ചേച്ചിയെ? എന്നെ കണ്ട ശരിക്കും അടുപ്പിൻ്റെ അവിടെ നിന്ന് ഓതിപ്പാടി വരുന്നു അതേപോലെ തന്നെ ഉണ്ടല്ലേ. ഞാൻ പിന്നെ അധികം മേക്കപ്പ് ഒന്നും ഇട്ടില്ല കേട്ടോ, നമ്മള് നേച്ചുറലാണ്. അതുമല്ല ഒരു പൊട്ടും കൂടി ഇട്ടില്ലടി. ഞാൻ അപ്പോഴേക്കും നേരം വൈകി വെച്ചിട്ട് ഓടി പോന്നേ. അതല്ല ഒരു പൊട്ടൊക്കെ ഇടണ തന്നെ. അയ്യോ അപ്പം എന്തായാലും ഓടി വന്നു. പിന്നെ ഇപ്പം എന്താണെന്നറിയോ, ബസ്സിലും നല്ല വരുന്നു വിചാരിച്ചു. ഇപ്പോൾ ഇത്ര അടുത്തേക്കല്ലേ, നമ്മളൊരു പഞ്ചായത്തുകാരാട്ടോ ഞാനും രാജേട്ടനും. അപ്പോൾ ഇത്ര അടുത്തേക്കല്ലേ എന്നെ ഇതുവരെ കൊടുന്നാക്കി. ഇവിടെ ഈ പാടം കഴിഞ്ഞ് നമ്മുടെ വീട് പോയി. പിന്നെ ഇപ്പം എന്തിനാ അത്ര മേക്കപ്പിൻ്റെ ആവശ്യം എന്ന് വിചാരിച്ചു. ചേച്ചി എന്താ ചോറിന് കൂട്ടാൻ? സാമ്പാറോ? സാമ്പാറാ? ആ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേ. അവിടെ മീൻ കൂട്ടാനോ? ഓക്കെ ഓക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ. കയറിക്കൊണ്ടി കുട്ടാ, ഓടിക്കറേ. റെഡി 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 1 2 3 സ്റ്റാർട്ട്. നീ ഓടിക്കോ ചേച്ചി, ഓടിക്കോ. വേണ്ട അങ്ങനെ പറയുന്നു വേണ്ട. എപ്പോഴും ശ്രമിച്ചാൽ ഓടാൻ പറ്റും. നോക്കട്ടെ, കണ്ടോ? അതെ ശിവ അവിടെ എന്താ അവളവിടെ കാട്ടണത്? ആ ട്രൗസറൊക്കെ ഇപ്പം പൊളിയും. അപ്പം അറപ്പുറത്തുനിന്ന് ഉരുസ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കുടുംബം കേട്ടോ. അച്ഛമ്മയുടെ വീട്, വല്യമ്മയുടെ വീട് ഒക്കെ നമ്മളുടെ സ്വന്തക്കാരുടെ വീടാണ്. കുട്ടിയച്ഛൻ്റെ വീട്, അങ്ങനെയൊക്കെ ഒക്കെ നമ്മളുടെ വീട്ടുകാരാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ നമ്മളുടെ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാനുണ്ടാവും, എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇവിടെ ഇരുന്ന ഇരിപ്പിലാണ്ട് ഇരിക്കാൻ തോന്നിട്ട് ഇവിടെ വന്നാൽ ഈ തിണ്ടത്തുനിന്ന് എണീക്കാൻ തോന്നില്ല. അവിടെ അങ്ങനെ ഇരിക്കാൻ തോന്നും. ഇവിടുന്ന് ശരിക്കും ഇവിടുന്ന് പോയപ്പോഴല്ലേ നമുക്ക് ഇത്രയും അല്ലേ
നമ്മൾ ഇത്ര കാലം ഇവിടെ ജീവിച്ചു, അപ്പം നമുക്ക് അല്ല അന്ന് നമുക്ക് റോഡ് സൈഡിൽ വീട് വേണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് റോഡൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ വണ്ടിക്കുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റോഡ് സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് സുഖം അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു മൂല്യം അല്ലേ മനസ്സിലായത്. പക്ഷെ ഇപ്പം നമുക്ക് റോഡുണ്ടല്ലോ, ഇപ്പോൾ റോഡും ഉണ്ട്, ഇപ്പോൾ സൗകര്യങ്ങളുണ്ട്, റോഡിന് റോഡും ഉണ്ട്, പാടത്തിന് പാടമുണ്ട്. അതെ, അപ്പോഴേക്ക് നമ്മളുടെ വരവ് ഇങ്ങനെയൊക്കെയായി. സ്കൂൾ പൂട്ടിയാലും കൂടിയും നേരെ കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ പറ്റാണ്ടായി. സാരല്ല, ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ചല്ലേ, അപ്പം നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഞാൻ കാണിച്ചു അത് പൂമരം. അങ്ങനെ അവിടെ മീനും രാത്രിയാകുമ്പോഴേക്കുള്ളത് അമ്മയ്ക്കും രാജേട്ടനൊക്കെ ഉള്ളത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ചോറും മീൻ കൂട്ടാനും മീൻ വറുത്തൊക്കെ ഉണ്ട്. ഒന്നും പക്ഷേ നമുക്ക് പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പോരാം, നമ്മളുടെ വീട്ടിലേക്കല്ലേ നമ്മൾ ഒന്നും കഴിക്കാതെ പോകേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ ഉണ്ടാവും നമുക്കറിയാം. വേറെ എവിടേക്കെങ്കിലാണ് നമ്മൾ വിശന്നിട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ നിന്ന് കിട്ടുമല്ലേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഉണ്ണിക്കുട്ടനെ എന്തോ കാണിച്ചു തരാണ്ട് ഇത്ര. എന്താ ഉണ്ണിക്കുട്ട? കല്ലെടുത്തിട്ട് എവിടെ ആകാശത്തേക്ക് എത്തുമോ? ആകാശം തൊടുമോ? അന്നൊന്ന് കണ്ടിട്ടില്ല കാര്യം. നോക്കട്ടെ. എവിടേക്ക് കാണാം, അല്ലെങ്കിൽ വെയിലുണ്ട്. വെയിലുണ്ട്, ഞാൻ ഒന്നും കണ്ടില്ല. കല്ല് എവിടേക്കാണ് പോയെന്നൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്ന് ഉണ്ണിക്കുട്ടാ. അടിപൊളി. അടുത്തത് എവിടെ? തോട്ടിലേക്ക് എത്തിയോ? എടാ മേമയ്ക്ക് വിശന്നിട്ട് എടാ മേമ വാത്തിക്കൊന്ന് കയറട്ടെ. അപ്പൊ എന്താടാ? അപ്പൊ എന്നാ ഉണ്ടായി? ആ കല്ലിന്റെ പൊടിയായി കണ്ണിലേക്ക്. അപ്പൊ ഇതാ പാറക്കുട്ടി മുളയനെ ചീത്ത പറയില്ല തുടങ്ങി. അവിടെ നിന്ന് നോക്കി ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തിയപ്പോഴേക്ക് നേരം കുറേ. ഇന്നലെ രാത്രി ഇവിടെ മഴ പെയ്തിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടികൾ പോയി, അതങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. പിന്നെ അതാ വെയിലിന് അച്ഛൻ ഇവിടെ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ വേനൽക്കാലത്തേക്ക് ഇങ്ങനെ പട്ടിടും, ഒരു തണുപ്പിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് മുന്നിലൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. അമ്മ എവിടെയായിരുന്നോ? വെള്ളം നിറയ്ക്കായിരുന്നു. ഉണ്ണിക്കുട്ടനോട് വെള്ളം പറഞ്ഞു. ഞാൻ വിചാരിച്ചു വെള്ളത്തിന് പോയതാ വിചാരിച്ചു. അത് ശരി. ഞങ്ങൾ വരുമ്പോൾ അച്ഛനെ കണ്ടു. അച്ഛൻ അവിടെ ഉണ്ട്. ആദ്യമേ വന്നത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് പോരുക ചെയ്ത്. ഇനിയിപ്പോൾ വെഴുകണ്ട വിചാരിച്ചിട്ടേ രാജേട്ടൻ ഇനിയിപ്പോൾ വെഴുകണ്ട. എന്നാൽ തന്നെ ഒന്ന് കുറച്ച് നേരം വെഴുകി. അവിടെ റോഡിൽ അവിടെ നിന്നിട്ട് ഞങ്ങൾ പോന്നു. അമ്മൂട്ടി അവിടെ കിടക്കുക. മതി അവിടെ വെച്ചടാ. കനുണ്ടോ? അപ്പൊ ഇതാ ചോറിന് കേട്ടോ. ചേച്ചി കണ്ടറിഞ്ഞിട്ട് വലിയ പ്ലേറ്റിൽ നിറച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ട്. സാമ്പാർ, ക്യാരറ്റ് ഉപ്പേരി, പിന്നെ മാങ്ങച്ചാറ്, പപ്പടം. ശിവയ്ക്ക് വേണോ? വരുത്തരാം കേട്ടോ. ഇത് മതിയിൽ ഓന ചോറുണ്ട്. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ പണി തുടങ്ങി. അപ്പോൾ ശരി, ഞാൻ കഴിക്കട്ടെ. ഇങ്ങോട്ടിന് വേണോ? കഴിച്ചോ? എന്നാ വാ, ശിവ വായോ. എന്ന് രാവിലെ പെറുക്കിയിട്ടില്ല ആരും. എത്ര വാങ്ങി ഞങ്ങളുടെ ചോറിനല് ഇതാ പകുതി ആയപ്പോഴേക്കും അമ്മ അതാ അടുത്തത് വയറ് നിറയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. മാങ്ങ അപ്പൊ ചോറിനല് കേട്ടെ, എന്നിട്ട് വേണം അടുത്ത ട്രിപ്പ് മാങ്ങ. ല്ലേ ഏതെടുക്കണ്ടേ? ഇട്ടാലോ? ഇത് ചകിരി മാങ്ങല്ലേ ഇതില്? മാങ്ങയാണ് അല്ലേ? ചകിരിയോടെ ചകിരി തുടങ്ങിയിട്ടില്ലേ പഴുക്കല്? അപ്പൊ ഇതാ ചോറിനല് കഴിഞ്ഞു. അടുത്ത നമുക്ക് മത്സരിക്കാനൊക്കെ ഉള്ളത് ഉണ്ണിക്കുട്ടുണ്ട്. ശിവണ്ടോ? പാറും മുട്ടിയൊന്നും ഉണ്ടാവില്ല അല്ലേ? അതൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഒന്ന് കഴുകട്ടെ.
എത്രാമത്തെ ഇല്ല അവൻ അങ്ങനെ കഴിക്കണില്ല. ഇപ്പൊ കഴിക്കണേ. ഒന്നാമത്തെ അല്ലേ? രണ്ടാമത്തെ അല്ല, ആരെങ്കിലും കഴിക്കണ കാണുമ്പോഴേ അപ്പഴേ എടുക്കൂ. നമുക്ക് നോക്കാം കേട്ടോ എത്ര കഴിക്കാം. ഞാൻ ജയിക്കും. ഇപ്പൊ തന്നെ ക്ഷണിച്ചോടാ കഴിച്ചിട്ട്. നമ്മള് കഴിച്ചതൊക്കെ തീരുന്നേ. എന്നാലും ഇനി ഉണ്ടാവില്ല. അപ്പൊ ശരി, ഞാനും കഴിക്കട്ടെ കേട്ടോ. ആരാ നല്ല ക്ലീൻ ആക്കിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ മത്സരം തുടരട്ടെ. അപ്പൊ അതൊക്കെ എന്തോ ഷേപ്പിലാക്കുന്നു ഞാന്. അപ്പൊ മത്സരം ഞങ്ങൾ തുടരുകയാണ്. അപ്പൊ വീഡിയോ നെറ്റ് കൂട്ടണ്ട വിചാരിച്ചിട്ടാണ് ഇനി അടുത്ത പാർട്ടായിട്ട് തരാം അല്ലേ ഇന്ന് കൂട്ടാ. അപ്പൊ ശരി, അപ്പൊ എന്തൊക്കെ ചെയ്യണ്ടത്? ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.